സ്ഥാപനങ്ങളിൽ ഈച്ച വരാതിരിക്കാൻ ഫ്ലൈ ട്രാപ്പർ പോലുള്ള സാധനങ്ങൾ കൂടെ നടത്തേണ്ടതാണ്. കാര്യം ഈച്ച ഇരിക്കുന്ന ഭക്ഷണം കൊടുക്കാൻ പാടില്ല. ഈച്ച ഇരിക്കുന്നത് കണ്ടാൽ നമുക്ക് അവിടെ കഴിക്കാൻ വരുന്നവർ ഒരു ഫോട്ടോ എടുത്ത് ഞങ്ങൾക്ക് അയക്കുക. അതിന് ഏച്ചിയുടെ നമ്പർ ഉൾപ്പെടെയുള്ള നമുക്ക് നോട്ടീസുകൾ ഓരോ കടയിലും പ്രദർശിപ്പിച്ചിട്ടുണ്ടാവും. ഫോട്ടോ എടുത്ത് അയച്ചാൽ മതി. അവർക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കുന്നതാണ്. ഈച്ച വരാതെ നോക്കുക അവരുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിൽ പരിശോധന നടത്തി. പുറക്കാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷിബു സുകുമാറിന്റെ നേതൃത്വത്തിലാണ് പുറക്കാട് പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലെ ഹോട്ടലുകളിൽ പരിശോധന നടത്തിയത്. മാലിന്യമുക്ത പദ്ധതിയുടെ ഭാഗമായാണ് പരിശോധന നടന്നത്. ഹോട്ടലുകളിൽ മാലിന്യ സംസ്കരണ സംവിധാനമുണ്ടോ എന്ന് പരിശോധിച്ചു. മിച്ചം വരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കൃത്യമായി സംസ്കരിക്കുവാൻ സംവിധാനം ഒരുക്കണമെന്ന് ഹോട്ടൽ ഉടമകൾക്ക് കർശന നിർദ്ദേശം നൽകി. പഴകിയ ഭക്ഷണം വിൽക്കരുതെന്നും ഈച്ച വരാതിരിക്കുവാൻ ഫ്ലൈ ട്രാപ്പർ സ്ഥാപിക്കണമെന്നും നിർദ്ദേശം നൽകി. ജീവനക്കാരുടെ ശരീരത്തിനുള്ള വിയർപ്പോ അവിടെ തലമുടിയോ ഒന്നും തന്നെ ആഹാരത്തിൽ വീഴാത്ത രീതിയിൽ അവർ ക്യാപ്പിട്ടും വൃത്തിയായും തന്നെ അവർ നിൽക്കുക. അതിനുശേഷം വൃത്തിയായി ആഹാരം ഓരോരുത്തർക്കും വിതരണം ചെയ്യുക, പാചകം ചെയ്യുക. അപ്പോൾ ഇതുമൂലം ഇങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് ഒരു കാരണവശാലും രോഗം പടില്ല. മാലിന്യം കരിക്കുവാൻ റിംഗ് കമ്പോസ്റ്റ് ഉൾപ്പെടെയുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം. അടുത്ത മാസം മുതൽ പരിശോധന കർശനമാക്കുമെന്നും നിർദ്ദേശങ്ങൾ പാലിക്കാത്ത കുറവുകൾ കണ്ടെത്തുന്നതുമായ ഹോട്ടലുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ആരോഗ്യ സംഘം അറിയിച്ചു. അതുപോലെ തന്നെ ഫുഡ് വേസ്റ്റ്, ആഹാരം, മലിനീകരണം, അവർക്ക് വേസ്റ്റുകൾ അത് അവർക്ക് കൃത്യമായി സംസ്കരിക്കാനുള്ള സംവിധാനം ഓരോ സ്ഥാപനത്തിലും ഏർപ്പെടുത്തേണ്ടതാണ്. അല്ലാതെ അതിനെ കിറ്റിലാക്കി നമുക്ക് റോഡ് സൈഡിലോ നമ്മളെ സൈഡിൽ കാണുന്ന തോടുകളിലോ കൊണ്ട് തട്ടുന്ന ശീലം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്ഥാപനത്തിന് ഈ സംവിധാനങ്ങളില്ല, മാലിന്യം സംസ്കരിക്കാനുള്ള സംവിധാനം ഇല്ലെങ്കിൽ അവർ ചെയ്തതായി കണക്കാക്കണം എന്നുള്ളതാണ് പുതിയ നിയമം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ സ്ഥാപനത്തിനും നിർബന്ധമായും മാലിന്യം സംസ്കരിക്കാനുള്ള സംവിധാനം ഉണ്ടാവണം. അവിടെ ഉണ്ടാകുന്ന പ്ലാസ്റ്റിക് കളക്ട് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഒരു ബാസ്ക്കറ്റ് ഉണ്ടാവണം. അപ്പോൾ അവിടെ കടയിൽ സ്ഥാപനത്തിൽ വരുന്ന ആൾക്കാരോ കഴിച്ചിട്ടുള്ള കുപ്പിയോ ആ ബാസ്ക്കറ്റ് ഇടും. അതിനെ അവരെടുത്ത് കൃത്യമായി ചാക്കിൽ വയ്ക്കുക. ഓരോ മാസം പഞ്ചായത്തിൽ നിന്ന് ഹരിതകർമ്മ സേന വന്ന് അതിനെ എടുത്തുകൊണ്ട് പോകുന്നതാണ്. മാലിന്യം വലിച്ചെറിഞ്ഞതുമായി ബന്ധപ്പെട്ട് പുറക്കാട് 3-ാം വാർഡിൽ വീട്ടുടമയ്ക്കെതിരെ കേസെടുത്തതായി ഹെൽത്ത് ഇൻസ്പെക്ടർ ജിനു സുധാകരൻ പറഞ്ഞു. അമ്പലപ്പുഴ ബ്ലോക്ക് പരിധിയിൽ ഇതാദ്യമായാണ് ഇത്തരത്തിൽ കേസെടുത്തതെന്നും ഇദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ മാസത്തിൽ നമ്മളൊരു വീട്ടിൽ നിന്ന് ഉണ്ടായ ഒരു ഹീനമായ പരിപാടി കണ്ട് അവർക്കെതിരെ നമ്മൾ നടപടിയെടുക്കാനായി മാസ്റ്റർ തയ്യാറാക്കി കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ജനുവരി 27-ാം തീയതിയാണ് ആദ്യ ഹിയറിംഗ് വെച്ചിരിക്കുന്നത്. നമ്മുടെ ബ്ലോക്കിൻ്റെ കീഴിലുള്ള ആദ്യത്തെ കേസാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിനിനി സമയമുള്ളത് കൊണ്ടാണ് നമ്മളത് കൂടുതൽ പബ്ലിഷ് ചെയ്യാതിരുന്നത്. പക്ഷേ ഈ കാര്യങ്ങൾ ജനങ്ങൾ അറിയണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ അറിയേണ്ടത് കൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന പ്രവൃത്തികൾ ഇനിയും തുടർന്നു പോകാതിരിക്കുന്നതിനും ജനങ്ങളുടെ ആരോഗ്യം നല്ല രീതിയിൽ കൊണ്ടുവരുന്നതിനും വേണ്ടി ആരോഗ്യവകുപ്പ് ശക്തമായ നടപടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സമീനയും പരിശോധക സംഘത്തിൽ ഉണ്ടായിരുന്നു.